അല്ലേ ഉദ്ദേശിച്ചേ? അതെ. അത് പക്ഷെ സ്ലൈസ് അല്ല. അല്ല, ഒരു ഒബ്ജക്ട് നമ്മൾ ഇങ്ങനെ ഫ്രം സ്റ്റാർട്ട് സ്ക്രാച്ച് ഇങ്ങനെ വരക്കുന്നതിന് പകരം നമ്മൾ ഒരു ഒബ്ജക്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറെ രീതിയിൽ അതിനെ കട്ട് ചെയ്യണം എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം. ഇറഗുലർ ആക്കണമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ സെഗ്മെന്റ്സ് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യാം. നമുക്കിപ്പോ ഇതിന്റെ അകത്ത് ഇനിയിപ്പോ എന്തെങ്കിലും കട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് എടുക്കാം. വെറുതെ ഇങ്ങനെ എത്ര സെഗ്മെന്റ്സ് ആണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് സെഗ്മെന്റ്സ് ഉണ്ടാക്കാം. ഓരോരോ പോളിഗൺസ് എടുത്തിട്ട് അതിനെ പൊക്കാനോ താത്താനോ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്. സ്ലൈസ് ഓക്കെ ആണോ? സ്ലൈസിന്റെ അകത്തുള്ള സ്ലൈസ് പ്ലെയിന്, സ്പ്ലിറ്റ്, ആ മൂന്നും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ക്ലിയർ ആണോ? 3 ഓപ്ഷന് ജസ്റ്റ് വേണമെങ്കിൽ ഒരു പെട്ടിനുള്ളിലാക്കി വെക്കാം. സ്ലൈസ് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്ലെയിനിന്റെ മേലെ അപ്പർ പോർഷൻ അല്ലെങ്കിൽ അതിന്റെ ബാക്ക് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അതിന്റെ 2 ഭാഗമായിട്ട് കട്ട് ചെയ്യുക. അതിനെ നമുക്ക് വേണേൽ റൊട്ടേറ്റ് ചെയ്യാം, മൂവ് ചെയ്യാം, അത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അതിൽ സ്പ്ലിറ്റ് ബട്ടൺ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 സെപ്പറേറ്റ് എലമെന്റ് ആയിട്ട് മാറും. മറ്റേത് ജസ്റ്റ് അവിടെ ഒരു സെഗ്മെന്റ് വരെ മാത്രമേ ചെയ്യുള്ളൂ. സ്ലൈസ് പ്ലെയിൻ ഓൺ ആക്കിയതിന് ശേഷം സ്ലൈസ് എന്ന് പറഞ്ഞ ഓപ്ഷന്റെ അകത്ത് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ അത് സ്ലൈസ് ആവുള്ളൂ. ഇല്ലെങ്കിൽ ജസ്റ്റ് അവിടെ പ്ലെയിൻ അവിടെ ഉണ്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അത് ഓപ്ഷൻ മാറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് പോയി പോകും. ഓക്കെ, ഇനി അതിന്റെ തൊട്ടടുത്ത് താഴെയാണ് ക്യുക്ക് സ്ലൈസ്. ഈ സ്ലൈസ് എടുക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാല് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ റൊട്ടേഷൻ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വെക്കണം. നമുക്ക് ഇവിടെ മുതൽ ഇങ്ങനെയുള്ള ഒരു ഒറ്റയ്ക്ക് കോർണർ ആയിട്ട് 2 പാർട്സ് ആയിട്ട് മാറ്റണം വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യുക്ക് സ്ലൈസ് പെട്ടെന്ന് നമുക്കറിയാം കോർണർ ടു കോർണർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യുക്ക് സ്ലൈസ് എടുക്കുക. 2 ഒബ്ജക്റ്റ് ആയിട്ട് മാറണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ടിക്ക് ചെയ്ത് വെക്കുക. അല്ല ജസ്റ്റ് സെഗ്മെന്റ് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റിനെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാനിപ്പോ ഇവിടുന്ന് അതിനെ തൽക്കാലം ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഇവിടേക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു. അതിപ്പോ സ്ലൈസ് ആയിട്ടുണ്ടോ? വേറെ എലമെന്റ് ആയിട്ട്. ഓക്കെ, വീണ്ടും ഞാൻ ടോപ്പ് വ്യൂ എടുത്തിട്ട് അതേപോലെ തന്നെ ക്യുക്ക് സ്ലൈസ് വേണം, സ്പ്ലിറ്റ് വേണ്ട എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇത് നമ്മൾ ടൂളൊന്നും ചേഞ്ച് ചെയ്യണ്ടല്ലോ, നമ്മുടെ സെലക്ഷൻ ടൂളോ അല്ലെങ്കിൽ ഒന്നും ചേഞ്ച് ചെയ്യണ്ടല്ലോ. ജസ്റ്റ് ക്വിക്ക് സ്ലൈസ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വരച്ചാൽ മതി എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ. എലമെന്റ് സെലക്ട് ചെയ്തിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കട്ട് ആവില്ല. അതിപ്പോ സ്പ്ലിറ്റ് അൺടിക്ക് ചെയ്തിട്ട് ചെയ്തു. ഇനിയിപ്പോ ഈ എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് സിംഗിൾ എലമെന്റ് തന്നെയാണ് മൊത്തം നോക്കുന്നത്. പക്ഷെ പോളിഗൺ വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ബിക്കോസ് പോളിഗണിൽ നമ്മളൊരു എഡ്ജ് ക്രോസ് ചെയ്ത് വരച്ചല്ലോ. ഈ ഭാഗത്തൊക്കെ വേണമെങ്കിൽ അതിന്റെ കട്ടിങ്സ് ഉണ്ട്. ഇത്രയും ഇനി ഇതിനെ എങ്ങനെ കോർണറിൽ കട്ട് ചെയ്ത ഒറ്റയടിക്ക് തന്നെ കട്ടാവുക കേട്ടോ. അതും തിരിച്ച് ഓപ്പോസിറ്റിലാണ് കട്ട് ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും അതിന്റെ എലമെന്റ് എടുത്തു, എഡിറ്റ് ജിയോമെട്രീന്റെ അകത്ത് വന്നിട്ട് ക്യുക്ക് സ്ലൈസ് ആണ് വേണ്ടത്. സ്പ്ലിറ്റ് ചെയ്താൽ മാത്രം മതി. കാണില്ല. ഒരു ബോക്സ് ആയിരുന്നു, അതിന്റെ ഒരു ഇറഗുലർ ഷേപ്പിലേക്ക് മാറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ ക്യുക്ക് സ്ലൈസ്. ക്യുക്ക് സ്ലൈസ് കഴിഞ്ഞ അടുത്ത ഓപ്ഷൻ ആണ്. അതിൽ തന്നെ സ്ലൈസ് പ്ലെയിൻ ഓൺ ആക്കി കഴിഞ്ഞിരുന്നെങ്കിൽ, സ്ലൈസ് പ്ലെയിൻ ഓൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ സ്ലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഇത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടാവും അതിന്റെ സ്ലൈസ് പ്ലെയിൻ എടുത്തു അറിയാതെ ഇത് അപ്പൊ ഇങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ അല്ലേ ഉള്ളത്. ഓക്കെ, നമുക്ക് അതിനെ നേരെ തിരിച്ചു തന്നെ എടുക്കണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോഴും ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അപ്പൊ അത്രയും ഓപ്ഷൻ. അത് കഴിഞ്ഞാൽ അടുത്ത വരുന്നത് അതിനകത്ത് കട്ട്.
കട്ട് ഒരു ഫേസ് നമ്മൾ സെലക്ട് ചെയ്ത ഫേസിനെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഇവിടുന്ന് കട്ട് എന്ന ഓപ്ഷൻ എടുത്തു. ഇതിങ്ങനെ ഇതിപ്പോ മിഡിൽ പോയിന്റ് ഓൺ ആയതുകൊണ്ട് മിഡിൽ പോയിന്റിനെ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമ്മൾ പുറത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കുന്നവരെ അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തോണ്ടിരിക്കാം. ഇതിപ്പോ കുറേ പോളിഗണായിട്ട് മാറ്റി. ഇത് കട്ട് എന്നാണ് ഓപ്ഷൻ. ഫേസിനെ നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ വേണ്ട ഫേസ് സെലക്ട് ചെയ്യുക, കട്ട് എന്ന ഓപ്ഷൻ എടുക്കുക. സ്നാപ്പ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിലെ വേണമെങ്കിലും പോവാം. ഓക്കെ, പുറത്ത് പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ഫിനിഷ്. ഇനി പോളിഗൺ എടുത്ത് നോക്കിയാൽ കണ്ടോ, ഇതാണ് ഒരു പോളിഗൺ. വെറുതെ അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് വരച്ചത്. വെറുതെ കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് അങ്ങ് കട്ട് ചെയ്ത് പോയതാണ്. അത് കട്ട് ഓപ്ഷൻ എടുത്താൽ മനസ്സിലാവും. ജസ്റ്റ് കട്ട് എഡിറ്റ് ജിയോമെട്രീൻ്റെ അകത്ത് വന്നിട്ട് കട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു. അങ്ങനെ ഒന്നും നോക്കുന്നൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കട്ട് ചെയ്യണേ നമുക്ക് വേണ്ട ഭാഗത്ത്. സ്പ്ലിറ്റ് ബോക്സോ ചെക്ക് ആക്കാതെ ചെയ്യുന്ന പോലെ തന്നെ ഒരു എഡ്ജസ് നമ്മൾ അവിടെ വരയ്ക്കുന്നത് വരും. നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യണമെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്യാം. ഓക്കെ, കട്ട് ക്ലിയർ അല്ലേ? പിന്നെ അതിനകത്ത് എം സ്മൂത്ത് ഉണ്ട്. ഈ എം സ്മൂത്തിന്റെ ആവശ്യമില്ല. നമ്മളെ ടർബോ സ്മൂത്തും മെഷർ സ്മൂത്തും തന്നെ മതി. അത് പുറത്ത് വന്നിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇതിൽ വന്നാൽ അത് മിക്കവാറും ഹാങ് ആവുള്ളൂ സിസ്റ്റം. മെഷർ സ്മൂത്ത് അഥവാ ടർബോ സ്മൂത്ത് എന്ന് പറഞ്ഞാൽ മോഡിഫയർ യൂസ് ചെയ്യുന്നതിന് പകരമുള്ള ഓപ്ഷൻ ആണ് അതിൻ്റെ അകത്ത്. ഇനി അടുത്തത് അതിനകത്തുള്ള ടെസലേറ്റ്. നമ്മൾ ഒരു പോളിഗൺ എടുത്തു. ഈ പോളിഗൺ റെക്ടാങ്കുലർ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. കുറെ പാർട്സ് ആയിട്ട് കോളം. ഈ കോളം കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബാക്കിയുള്ളതൊന്നും വേണ്ട, ഈ ഒരു ഫേസിന് മാത്രം അങ്ങനെ കട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള ഫേസ് ഒന്നും കട്ട് ചെയ്യണ്ട. അപ്പൊ പിന്നെ ആദ്യം സെഗ്മെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ടെസലേറ്റ് എന്ന ഓപ്ഷൻ. താഴെ വരിക ടെസലേറ്റ് കണ്ടോ. ഇപ്പൊ ഇത് 4 എണ്ണായി മാറി. ഇനിയും ആക്കിയിട്ടുണ്ടെങ്കിൽ 4x4 16 എണ്ണായിട്ട് മാറും. പിന്നെ ആക്കിയ 16x4 കണ്ടോ. ഓരോന്നും 4 വെച്ചിട്ട് കട്ട് ചെയ്യും. ദെൻ ഞാൻ ഇതിൻ്റെ അകത്ത് വന്നു. മൊത്തമായിട്ടുള്ള എഡ്ജിന് ആദ്യം സെലക്ട് ചെയ്തിട്ട് ഇഗ്നോർ ബാക്ക് ഫേസിങ്. ജസ്റ്റ് ടോപ്പ് വ്യൂല് വന്നിട്ട് നമ്മളെ ഈ സെലക്ഷനിലെ ഇഗ്നോർ ബാക്ക് ഫേസിങ് എന്ന ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിന്റെ ബാക്കിൽ ഇനി ഫേസ് കാണാനൊന്നുമില്ല അല്ലെ. ബാക്കിലേക്ക് ഇനി ഫേസ് ഇല്ല. തൽക്കാലം അത് ഷ്രിങ്ക് ചെയ്യണം. ഷ്രിങ്ക് എന്ന് പറഞ്ഞപ്പോ മൊത്തം പോയ ഒരു പണി ചെയ്യാ. ഇവിടെ മാത്രം മതി നിർത്താം. ഓക്കെ, റെഡി അല്ലേ? ആ ഒരു ഇത് മാത്രം, ബാക്കിലൊന്നും ഉണ്ടെങ്കിൽ അത് സെലക്ട് ആവുന്നില്ല. ഇപ്പൊ ഈ ഗ്രിഡ്സ് എല്ലാം നമ്മൾ ഈ ഉള്ളിലുള്ള ചെറിയ സ്ക്വയർസ് എല്ലാം വേറെ വേറെ പോളിഗൺ ആയിട്ടല്ലല്ലോ ഉള്ളത് ഉണ്ടാവുക? ആണല്ലേ? ഓക്കെ. ഓരോന്നും വേറെ വേറെ ഇങ്ങനെ. ഈ ഇതൊക്കെ ഉണ്ടാവില്ലേ, നമ്മളെ ടൈലൊക്കെ ഇടൂല്ലേ, അതുപോലെ ഇല്ലേ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഗ്രിപ്പൊക്കെ വെച്ചിട്ട്.
ഓക്കെ. അപ്പൊ മേലത്തെ സർഫേസിൽ മാത്രമേ ഉള്ളൂ, താഴേക്ക് വന്നിട്ടില്ല. നമുക്കൊരു CAD ഡ്രോയിങ് എന്തെങ്കിലും നമ്മൾ 2D ലൈൻസ് കൊണ്ടുവന്നിട്ട് ഒരു ഡ്രോയിങ് ഇതിൽ ഈ ഒരു ഫേസിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ കഴിയും? വേറെ പോളിഗൺസ് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും? ഓട്ടോമാറ്റിക് ഡിവൈഡ് ആകുമ്പോൾ എങ്ങനെയാ മനസ്സിലായില്ല? ഒരു ഇപ്പൊ നമ്മളിപ്പോ ഈ പാറ്റേൺ അല്ലേ, ഇപ്പൊ ഇതൊരു ഗ്രിഡ് പാറ്റേൺ അല്ലേ ഉള്ളത് ഫേസിൽ? അപ്പൊ അതേ ഓട്ടോകാഡിന്റെ ഏതെങ്കിലും ഗ്രിഡ് പാറ്റേൺ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവരണം, അതിന്റെ മുകളിൽ കൂടെ ഗ്രിഡ് വരയ്ക്കണം എന്നാ? അങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോളിഗൺ ആ ഒരു ഷേപ്പ് ഇതിന്റെ മുകളിൽ കൊണ്ട് ഒബ്ജക്റ്റിന്റെ ബോക്സിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ പോളിഗൺ ആയിട്ട് വേറെ വേറെ പോളിഗൺ ആയിട്ട് കിട്ടാനുള്ള അങ്ങനെ കിട്ടില്ല, അതിന്റെ മുകളിൽ കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. ഓട്ടോമാറ്റിക് കിട്ടില്ല, നമ്മൾ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ആ കട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളെ കട്ട് എന്ന ഓപ്ഷൻ, ജോമെട്രിയിലുള്ള കട്ട്. ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റ് അവിടെ വരയ്ക്കുക, അവിടെ ഒരു വെറുതെ പ്ലെയിൻ വരച്ചു വെക്കുക, എന്നിട്ട് പ്ലെയിൻ ഇതാക്കിയതിന് ശേഷം അതിന്റെ എഡ്ജിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് ആ ഓട്ടോകാഡിന്റെ പ്ലാന്റെ മുകളിൽ കൂടെ ഇതിനെ വെച്ചിട്ട് സ്നാപ്പ് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പൊ അതേപോലെയുള്ള ഗ്രിഡ് ആയിട്ട്. ഓക്കെ. അപ്പൊ ജോമെട്രി എന്ന റോൾ ഔട്ടിനകത്ത് ഏകദേശം നമുക്ക് ഇത്രയും കാര്യങ്ങളെ വേണ്ടുള്ളൂ. ജോമെട്രി റോൾ ഔട്ട്. ഓക്കെ. അടുത്തത് എഡിറ്റ് വെർട്ടെക്സ്. ഇതിനിപ്പോ എടുത്തിട്ടുണ്ടെങ്കിൽ എഡിറ്റ് വെർട്ടെക്സ് എന്ന് പറഞ്ഞ റോൾ ഔട്ട് ആണ്. എഡിറ്റ് വെർട്ടെക്സ്. വെർട്ടെക്സ് എന്ന് പറയുമ്പോൾ എഡിറ്റ് വെർട്ടെക്സ്, വെർട്ടെക്സ് എടുത്താൽ അതിനെ മാത്രം എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഞാനിതാ ഇവിടെ കുറച്ചും കൂടി വെർട്ടെക്സുകൾ വേണം. അപ്പൊ അതുകൊണ്ട് ഒറ്റയടിക്ക് കുറെ വെർട്ടെക്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. അല്ലെങ്കിൽ ജസ്റ്റ് ഈ ടോപ്പിലുള്ള എല്ലാ ഫേസിനെയും സെലക്ട് ചെയ്തിട്ട് ഒന്ന് ടെസ്ലേറ്റ് ചെയ്ത് വെക്കണ്ട. ടെസ്ലേറ്റ് എന്ന് പറഞ്ഞാല് എന്തായിരുന്നു? ഗ്രിഡ് ആയിട്ട് മൾട്ടിപ്പിൾ ആവും. ഗ്രിഡ് എന്നല്ല, കുറെ പാർട്സ് ആക്കി എടുക്കാൻ. ഇതിനെ ഒരു പോളിഗണെ കുറെ ഡിവൈഡ് ചെയ്തിട്ട് 4 പോളിഗൺ ആക്കി എടുക്കാൻ. ദെൻ ഒരു വെർട്ടെക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ജസ്റ്റ് ടോപ്പ് വ്യൂവിൽ വന്ന് കുറച്ച് വെർട്ടെക്സിനെ അങ്ങനെ സെലക്ട് ചെയ്തു. ഇപ്പൊ ഈ സെലക്ട് ചെയ്ത വെർട്ടെക്സ് ഒന്നും നമുക്ക് വേണ്ടാന്ന് വിചാരിക്കും. ഇപ്പൊ അതായത് ഇവിടെ ഈ വെർട്ടെക്സ് ആണ്, പക്ഷേ ഇതിന്റെ ഉള്ളിലുള്ള വെർട്ടെക്സുകളൊന്നും വേണ്ട. എഡിറ്റ് വെർട്ടെക്സസിന്റെ അകത്ത് വന്ന ഫസ്റ്റ് തന്നെ ഓപ്ഷൻ റിമൂവ് ആണ്. എഡിറ്റ് എഡ്ജസിന്റെ അകത്ത് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ റിമൂവ് കൊടുത്താൽ ആ എഡ്ജ് റിമൂവ് ആയി. എഡിറ്റ് വെർട്ടെക്സിൽ റിമൂവ് കൊടുത്താൽ വെർട്ടെക്സ് റിമൂവ് ആയി. അപ്പൊ അതാ ഒരു പ്ലെയിൻ ആയിട്ട് കിട്ടില്ല അത് അവിടെ. ഓക്കെ. റിമൂവ് വെർട്ടെക്സിന്റെ അകത്ത് ഫസ്റ്റ് ഓപ്ഷൻ റിമൂവ്. അടുത്തത് ബ്രേക്ക് ആണ്. ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഈ എല്ലാ വെർട്ടെക്സിനെയും ഞാൻ സെലക്ട് ചെയ്തിട്ട് ബ്രേക്ക് എന്ന് കൊടുത്തു. അങ്ങനെ ആണെങ്കിൽ ഇനി ഈ പോളിഗൺ എടുത്തിട്ട് മൂവ് ചെയ്ത് നോക്കിയാൽ കണ്ടോ, അതൊരു വേറെ പോളിഗൺ ആയിട്ടല്ലേ കിട്ടുന്നത്. ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ടാണ് വേറെ എലമെന്റ് ആയിട്ടാണ് വരുന്നത്. അതേസമയം ജസ്റ്റ് വീണ്ടും ഞാൻ ഈ വെർട്ടെക്സുകളെ ഒന്നും കട്ട് ചെയ്തില്ല, കട്ട് ചെയ്യാതെ ഈ പോളിഗൺ എടുത്തിട്ടാണ് വരുന്നത് വെച്ചാൽ കണ്ടോ. ഓക്കെ, അപ്പം അതിനാണ് ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടെക്സിനെ 2 വെർട്ടെക്സ് ആക്കി ബ്രേക്ക് ചെയ്ത് കളയാം. അവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ട് വേറെ പാർട്സ് ആക്കി മാറ്റാം. അപ്പൊ എല്ലാ വെർട്ടെക്സും കൂടി കണ്ടിന്യൂ ചെയ്ത് എടുത്തത് കൊണ്ട്, അല്ലെങ്കിൽ എല്ലാ വെർട്ടെക്സും നമുക്ക് വേണ്ട. വെർട്ടെക്സ് എടുത്തിട്ട് ജസ്റ്റ് ടോപ്പ് വ്യൂയിൽ വന്നിട്ട് ഇത്രയും മാത്രം മതി. അത് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കൊടുത്തു. ഞാൻ ജസ്റ്റ് ബ്രേക്ക് കൊടുത്തു. ഓക്കെ. ദെൻ എഡ്ജ് എടുത്തിട്ട് എഡ്ജോ പോളിഗൺ എടുത്തു, ജസ്റ്റ് ഇതിനെ നമ്മൾ മൂവ് ചെയ്തു. കേട്ടോ, ഈ ഭാഗം മൂവ് ആയില്ല. ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗം അവിടെ കട്ട് ചെയ്തില്ല.
അത് ഞാൻ ഇത് ജസ്റ്റ് മൂവ് ചെയ്യുമ്പോൾ മൊത്തമായിട്ട് മൂവ് ആയി പോവും. സ്നാപ്പ് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് ആ മൂവ്മെന്റ്സിനെ നേരെ ആക്കി വെച്ചു. ഇനി ഇവിടെ വർക്ക് ചെയ്യാത്ത ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ഓപ്പൺ ആക്കിയാൽ ഈ ഒരു വെർട്ടെക്സ് തൽക്കാലം ഈ വെർട്ടെക്സുകളൊക്കെ ഇതിനകത്ത് നിന്ന് റിമൂവ് ആയാലേ അത് ഒറ്റയടിക്ക് സ്മൂത്ത് പോകുള്ളൂ. ഓക്കെ, ഇത് വേണ്ട. ഇനി നോക്കി വെക്കാം. ഈ എഡ്ജാണ് എടുക്കുന്നത്. എഡ്ജിന് എടുത്തിട്ട് മൂവ് ചെയ്താണ് ഒരു പെട്ടി ഓപ്പൺ ചെയ്ത പോലെയല്ലേ അല്ലേ? ഇതിന് പ്ലെയിൻ ഒരു തിക്നെസ്സും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഓക്കെ ആയി. ഓക്കെ, അപ്പം വെർട്ടെക്സിന്റെ അകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാം. അവിടെ വെച്ചിട്ട് അതിനെ ബ്രേക്ക് ചെയ്തെടുക്കാം. ഈ പോർട്ട് ഇതുപോലെ ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ജോയിന്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പിന്നെ എക്സ്ട്രൂഡ്, വെർട്ടെക്സിന് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്യാം. ഈ വെർട്ടെക്സ് ഞാൻ സെലക്ട് ചെയ്തു എന്നിട്ട് ഇവിടുന്ന് എക്സ്ട്രൂഡ് ഒറ്റയടിക്ക് എക്സ്ട്രൂഡ് വരുന്ന കൊടുക്കാതെ എക്സ്ട്രൂഡിന്റെ സെറ്റിംഗ്സ് എടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഈ സെറ്റിംഗ്സ് എടുത്ത് കൊടുത്താൽ എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് വാല്യൂ കൊടുക്കാം. എത്ര ഹൈറ്റ് വരെ എക്സ്ട്രൂഡ് ചെയ്യണം കണ്ടില്ലേ? ഹൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം. ഉള്ളോട്ട് വേണമെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്യാം, പുറമേക്ക് വേണമെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്യാം. ഉള്ളോട്ട് എക്സ്ട്രൂഡ് ചെയ്ത് കാണുക, അതിന്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ കാണുക കണ്ടില്ലേ? അതിനെ ഉള്ളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം, പുറമേക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. ഇനി അതിന്റെ താഴെ ഒരു വാല്യൂ കാണുന്നുണ്ട്. ഇതാണ് ഇതിന്റെ വിഡ്ത്ത്. ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 3 വിട്ടിട്ടാണുള്ളത്. അത് കൂട്ടണേ കൂട്ടാം, കുറയ്ക്കണേ കുറയ്ക്കാം. ഓക്കെ, നമ്മൾ എക്സ്ട്രൂഡ് ചെയ്തത് വെർട്ടെക്സിനെയാണ്. അടുത്തത് വെൽഡ് ആണ്. വെൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വെർട്ടെക്സിന്, ഇതിപ്പോ ഇവിടെ കട്ട് ചെയ്ത വെർട്ടെക്സ് അല്ലേ, ഈ വെർട്ടെക്സും ഇവിടെയുള്ള ഈ ഒരു വെർട്ടെക്സും കൂടി ഈ ഒരു വെർട്ടെക്സും ഈ ഒരു വെർട്ടെക്സും കൂടെ വെൽഡ് ആവണം. എന്ന് വെച്ചാൽ ഒന്നായിട്ട് മാറണം. ഇപ്പൊ ഇവിടെ ഞാൻ ഇങ്ങനെ വെച്ചു, വെൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് സെറ്റിംഗ്സിൽ വന്നിട്ട് ഇവിടുന്ന് വാല്യൂ കുറച്ച് കൂട്ടി കൊടുത്തു. വെൽഡ് ആയില്ലേ? ഉണ്ടോ? ആ വെർട്ടെക്സും മറ്റേ വെർട്ടെക്സും കൂടി ഒന്നായിട്ട് മാറി, സിംഗിൾ ആയിട്ട് മാറാം. അത് വെൽഡ് ആയി കഴിഞ്ഞു. അപ്പൊ ഈ വെൽഡ് ആയ സമയത്ത് ഈ പോർഷൻ മേലേക്ക് പോയിട്ടാ വെൽഡ് ആയി അല്ലെ? ഈ താഴെയുള്ള വെർട്ടെക്സ് അങ്ങനെ വരാൻ പാടില്ല. നമുക്ക് വെർട്ടെക്സ് വെൽഡ് ചെയ്യണം, പക്ഷെ വെൽഡ് ചെയ്യുമ്പം ഈ മേലുള്ള വെർട്ടെക്സുകൾ താഴോട്ടേക്ക് വന്ന് ക്ലോസ് ചെയ്യാന്നല്ലാതെ ഒരിക്കലും ഇവിടെ ഉള്ള വെർട്ടെക്സുകൾ മേലോട്ട് പൊങ്ങി പോകാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് വെൽഡ് കൊടുക്കാം. വെർട്ടെക്സ് സെലക്ട് ചെയ്തിട്ട് ടാർഗറ്റ് വെൽഡ് കൊടുക്കുക. എവിടെ മുതലുള്ളതിനാണ് ഇത് അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഏത് വെർട്ടെക്സിലേക്ക് കാണിച്ചു കൊടുക്കുക. ഓക്കെ, അത് ഒന്നായി മാറി. ഇനി അതിനെ കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് മേലോട്ട് പൊക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തെടുക്കണം. ഓക്കെ, വെൽഡ്, ടാർഗറ്റ് വെൽഡ്. അടുത്തത് ചാംഫർ ആണ്. വെർട്ടെക്സ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചാംഫർ ചെയ്യാം. ചാംഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്യാനാണ്. ഇത്രയും വെർട്ടെക്സിന് ഞാൻ എടുത്തിട്ടുണ്ട്, ചാംഫർ എന്നാണ് കൊടുത്തത്. കണ്ടോ അല്ലേ? അത് ജസ്റ്റ് അവിടെ ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. അതിന്റെ ഏരിയ വേണമെങ്കിൽ കൂട്ടാം. മൊത്തം അവിടെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത പോലെ. ക്ലിയർ? ഓക്കെ, വെർട്ടെക്സ് ഒക്കെ ചാംഫർ ചെയ്യൽ കുറവാണ്. എന്നാലും ജസ്റ്റ് ഈ കോർണർ ഒക്കെ ഒന്ന് ഇങ്ങനെ കൂർപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, ചാംഫർ എന്നാണ് ഓപ്ഷൻ എടുത്താൽ ഇതാ ഇത്ര വേണ്ട ചെറിയ വാല്യൂവിൻ്റെ അകത്ത് ചാംഫർ ചെയ്തു. ഓക്കെ, അതൊരു ട്രയാങ്കുലർ പീസ് ആയിട്ട് മാറി. ഇത്രയാണ് വെർട്ടെക്സിന്റെ ഓപ്ഷൻസ്. റിമൂവ്, ബ്രേക്ക്, എക്സ്ട്രൂഡ്, വെൽഡ്, ചാംഫർ, ടാർഗറ്റ് വെൽഡ്. ക്ലിയർ അല്ലേ? എഡ്ജ്, എഡ്ജിന്റെ അകത്തേക്ക് വരാം. എഡ്ജിന്റെ അകത്ത് എഡിറ്റ് എഡ്ജസിന്റെ അകത്ത് ഇതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് കുറച്ച് എഡ്ജ് സെലക്ട് ചെയ്തു, റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടുന്ന് റിമൂവ് ആയിപ്പോയി.
പിന്നെ സ്പ്ലിറ്റ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. എല്ലാത്തിനും ശരിയാവില്ല, കാരണം കുറെ സെഗ്മെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാവില്ല. ജസ്റ്റ് ഒരു പെട്ടി, അതിനെ കൺവേർട്ട് ചെയ്ത് എഡിറ്റബിൾ പോളി എഡ്ജ് സബ് ഒബ്ജക്റ്റ് കാറ്റഗറി എടുത്തിട്ട് എഡ്ജിനെ സെലക്ട് ചെയ്തു. ഇപ്പൊ നേരത്തെ ചെയ്തതുപോലെ തന്നെ എഡിറ്റ് റിമൂവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അടുത്തത് സ്പ്ലിറ്റ്, ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു, സ്പ്ലിറ്റ് കൊടുത്തു. അല്ലെങ്കിൽ ഇതിനെയും കൂടി സെലക്ട് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, അത് സ്പ്ലിറ്റ് ആയോ എന്ന് മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് ഇതാ ഈ എഡ്ജിനെ ഇങ്ങനെ സെലക്ട് ചെയ്യാം, മൂവ് ചെയ്ത് നോക്കാം. സ്പ്ലിറ്റ് അയക്കുന്നോ അല്ലെ? സ്പ്ലിറ്റ് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടില്ലായിരുന്നു. സ്പ്ലിറ്റ് ദെൻ എക്സ്ട്രൂഡ്. എഡ്ജിനെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്യാം. എഡ്ജിനെ എക്സ്ട്രൂഡ് ചെയ്യേണ്ട അധികവും നമ്മളെ ഈ ചെറിയൊരു ഗ്രൂവ് ഒക്കെ കൊടുക്കൂലേ ഈ പില്ലറിനൊക്കെ, അങ്ങനത്തെ സമയത്തൊക്കെയാണ് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്ന ഒരു ടൂളാണ്. ഒരു ബോക്സ് എടുത്തു, പക്ഷെ ഈ ബോക്സിന് തീരെ സെഗ്മെന്റ്സ് ഇല്ല. എഡിറ്റ് എഡ്ജസിന്റെ അകത്ത് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഒരു ഓപ്ഷൻ ആണ് കണക്ട്. കണക്ട് എന്ന് കൊടുത്തപ്പോൾ ഞാൻ ഒറ്റയടിക്ക് വെർട്ടിക്കൽ ആയിട്ടുള്ള എഡ്ജുകൾ സെലക്ട് ചെയ്തുകൊണ്ട് അതിനെല്ലാത്തിനെയും കൂടി കണക്ട് ചെയ്തിട്ട് നടുവിൽ ഒരു സെഗ്മെന്റ്സ് വന്നിട്ടുണ്ട് അല്ലെ? അതിനെ നമുക്ക് വേണമെങ്കിൽ ഇത് എത്ര എണ്ണം വേണമെങ്കിലും ആക്കി കൊടുക്കാം, എണ്ണം കൂട്ടി കൊടുക്കാം. ഒരു 11 മതി. ഓക്കെ, ഇതിനെ എക്സ്ട്രൂഡ് കൊടുത്തു. എക്സ്ട്രൂഡ് ചെയ്തപ്പോ ആദ്യം ഇത് പുറത്തേക്കാണ് എക്സ്ട്രൂഡ് ആവുക. ഇവിടെ തിക്നെസ് ഇല്ലെങ്കിൽ ഇതാ വെറും ഒരു പ്ലെയിൻ ആയിട്ട് എക്സ്ട്രൂഡ് ആയി പുറത്തേക്ക് അടിച്ച്. അതേസമയം അവിടെ ഒരു തിക്നെസ് കൊടുക്കുന്നതിനനുസരിച്ച് ഇതാ കണ്ടോ അല്ലെ, താഴെ ഡിസ്റ്റൻസ് വിട്ടിട്ട് വന്നു. എനിക്കിത് ഉള്ളോട്ടേക്കാണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. ഇവിടുന്ന് മൈനസ് വാല്യൂലേക്ക് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യും. ഒരു -15 വരെ എക്സ്ട്രൂഡ് ചെയ്യണം. പക്ഷെ ഈ ഗ്യാപ്പ്, ഇത്ര ഗ്യാപ്പ് വേണ്ട, ഗ്യാപ്പ് എനിക്ക് കുറയ്ക്കണം. അവിടുന്ന് ഗ്യാപ്പ് ഒരു 0.5 മതി. ഓക്കെ ആണോ? ഇത് ഇത്രയും ചെയ്താൽ ശരിക്കും പോരാ. ഇവിടെ നമ്മൾ അതിന്റെ ഫേസ് ഇങ്ങോട്ട് കാണണ്ട. ഫേസ് കാണാൻ ചാംഫർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ചെയ്യുന്നത്. ചാംഫർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. 15 കൊടുത്തെന്ന് വെച്ചാൽ 14 കൊടുക്കാൻ പാടില്ല, 1 സെന്റിമീറ്റർ ഉള്ളോട്ടേക്ക് കട്ട് ചെയ്യും അല്ലെ? ഉണ്ടാവാറില്ലേ വാളിനൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ? അപ്പൊ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഇത് മെറ്റീരിയൽ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഓക്കെ ആവും, റെഡി ആവും. നമ്മള് ഉള്ളിലേക്ക് ഈ കർവ്ഡ് ഗ്രൂവ് ഒക്കെ കൊടുക്കുന്നത് ഈ ടൂൾ തന്നെയാണോ ചെയ്യുക, അതോ വേറെ ഏതെങ്കിലും ടൂൾ ആയിരിക്കും? കർവ്ഡ് ഒക്കെ ഇത് തന്നെയാണ്, ഈ എഡ്ജ് വെച്ചിട്ട് തന്നെയാണ്. എഡ്ജ് വെച്ചിട്ട് ഓക്കെ. അങ്ങനെ ഗ്രൂവ്സ് വേണമെങ്കിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓപ്ഷനാണ്. ഇനിയിപ്പോ ഉള്ളിലേക്ക് കേർവ്ഡ് പോലെയൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ സൈസിൽ വരയ്ക്കാം.
ഇതിലും ഈ പറഞ്ഞ പോലെ തന്നെ എഡ്ജ് സെലക്ട് ചെയ്തു. കുറെ എഡ്ജ് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒറ്റയടിക്കുന്നത്. അങ്ങനെ വെർട്ടിക്കൽ ആയിട്ടുള്ള എഡ്ജിനെ സെലക്ട് ചെയ്തിട്ട് കണക്ട് കൊടുത്താൽ ഹൊറിസോണ്ടൽ ആയിട്ടാ വരാം. ഒന്നേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, കാണിക്കാൻ വേണ്ടിട്ട് ഒറ്റ ഒന്ന് മാത്രം. ഓക്കെ, ഇത് എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞാൽ ഇത് പുറത്തേക്ക് എക്സ്ട്രൂഡ് ചെയ്യുക, ഉള്ളോട്ടേക്ക്. നമുക്കിപ്പോ തൽക്കാലം ഉള്ളോട്ടേക്കാണ് വേണ്ട, ഉള്ളോട്ടേക്ക്. ഇപ്പൊ ഉള്ളോട്ടേക്ക് പോകുമ്പോ ഇവിടെ ഇപ്പൊ വരുന്നത് എങ്ങനെയാ, കുറച്ച് കോണായിട്ടാ വരുന്നത്. ഒരു -10 എന്ന് പറഞ്ഞിട്ട് അത് വാല്യൂ കൊടുത്തു. ഈ വീതി എനിക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, ഒരു 5 വരെ അതും ആക്കി വെച്ചു. എന്നാ പിന്നെ ഇവിടെ കറക്റ്റ് ആയിട്ട് കേവ് ആണോ വരുന്നതെന്ന് അറിയാലോ. ഓക്കെ, ഇതിപ്പോ എക്സ്ട്രൂഡ് ആണ് ചെയ്തത്. എക്സ്ട്രൂഡ് ചെയ്തതിന് ഇവിടെ ചാംഫർ എന്ന് പറഞ്ഞാൽ ചെയ്ത് കൊടുത്താൽ, ചാംഫർ ചെയ്തിട്ട് ഇതിന്റെ ഈ വിടുത്ത് ഇങ്ങനെ കൂട്ടുന്നതിനനുസരിച്ച് ഫ്ലാറ്റ് ആയിട്ട് പുറമേക്ക് ഇങ്ങനെ പൊന്തി പൊന്തി വരിക ചെയ്യാം. നമ്മൾ 10 ആ കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ 9 വരെ കൊടുക്കേണ്ടത്. ഇത് ഫ്ലാറ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് ഫ്ലാറ്റ് അല്ല, ഇത് റൗണ്ട് ആവുകയാണ് വേണ്ടത് അല്ലെ. ഈ താഴെയുള്ള 1 എന്ന് പറഞ്ഞ സെഗ്മെന്റ്സ് മാറ്റി 2 ആക്കി കൊടുത്തേക്കാം. ഇപ്പയോ 2 ഫേസ് വന്നു, ഒരു ഫേസിന് പകരം 2 ഫേസ്. വീണ്ടും ഒന്നുകൂടി കൊടുത്തു. നമ്മൾ കൂട്ടുന്നതിനനുസരിച്ചിട്ട് സ്മൂത്ത്നെസ് കൂടും. അതെ, ചാംഫറിന്റെ ഇത് കൂട്ടുന്നതിനനുസരിച്ച് സ്മൂത്ത്നെസ് കൂടും. ഇതാണ് നമ്മൾ എഡ്ജ് ഒക്കെ ചാംഫർ ചെയ്യുന്ന സംഭവം. ചാംഫർ ഈ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഈ 4 എഡ്ജ് സെലക്ട് ചെയ്തു നമ്മള്. എന്നിട്ട് ഈ 4 എഡ്ജും ഇങ്ങനെ കോർണർ ആയിട്ട് വേണ്ട, കുറച്ച് ചാംഫർ ആയിട്ട് വേണം. ഇത്രയും വേണ്ടി വരില്ല, ചെറുത് മതി, ചെറിയ വാല്യൂ മതി. കൂടുതൽ യൂസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഷാംഫർ ചെയ്യാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന ടൂള് ഇതാണല്ലേ നമ്മള്? അതെ അതെ അതെ, എഡ്ജ് സ്മൂത്ത് ചെയ്യാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ടൂൾ ഇതാണ് ഷാംഫർ. നമ്പർ ഓഫ് സെഗ്മെന്റ്സ്. ഇപ്പൊ ഈ ഫിനിഷ് ബട്ടൺ കംപ്ലീറ്റ് ആകുമ്പോ അത് ഫിനിഷ് ആവുള്ളൂ. കണ്ട, എഡ്ജ് സ്മൂത്ത് ചെയ്യണം. ഈ എണ്ണം 15 ഉള്ളതുകൊണ്ടാണ് ഇത് 15 എണ്ണം വരെ കാണിക്കുന്നത്. വീണ്ടും സ്മൂത്ത് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന്റെ എണ്ണം കൂട്ടി കൊടുത്താൽ മതി. ദൂരെന്നൊന്നും കാണുമ്പോ മനസ്സിലാവില്ല. പിന്നെ ഇതിപ്പോ നമുക്ക് ഒന്ന് ഇത് ഇൻസെർട്ട് ചെയ്യാൻ എടുത്തില്ല. നമ്മൾ വാഷ് ബേസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ചെയ്യേണ്ടി വരും. ഷാംഫർ ഇപ്പൊ ചാംഫർ ക്ലിയർ ആണോ? എഡിറ്റ് എഡ്ജസിന്റെ അകത്താണ് ചാംഫർ. ചാംഫർ നോട്ട് ചെയ്ത് വെക്കുക. ചാംഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫില്ലറ്റിന് പകരം എഡ്ജ് സെലക്ട് ചെയ്യുക, ചാംഫറിന്റെ ഡിസ്റ്റൻസ് കൊടുക്കുക, അതിന്റെ അകത്ത് എത്ര സെഗ്മെന്റ്സ് കൊടുക്കാം. നമ്മള് വെർട്ടിക്കൽ എഡ്ജസ് സെലക്ട് ചെയ്തിട്ട് എങ്ങനെയായിരുന്നു സെന്ററിലെ സെഗ്മെന്റ് വരുത്തിക്കുന്നത്? അതിന് വരുന്ന ഓപ്ഷൻ ആണ് കണക്ട്. കണക്ട് ബ്രിഡ്ജ് തൽക്കാലം ഇതിനകത്ത് വേണ്ട. ഈ ഓപ്ഷൻ്റെ അകത്ത് ബ്രിഡ്ജ് വേണ്ട. നമുക്ക് അടുത്ത പോളിഗൺ ഒക്കെ എടുക്കുന്ന സമയത്ത് നോക്കാം ബ്രിഡ്ജ് എന്താ. ഓക്കെ, അടുത്തത് ബോർഡർ ആണ്. ബോർഡർ ഇപ്പൊ പറയുന്ന സമയത്ത് ബോർഡറിന് നമുക്ക് അധികം എഡിറ്റ് ഒന്നും വരില്ല. ഈ ബോർഡർ ജസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ബോർഡർ സെലക്ട് ചെയ്യാൻ പറ്റും. എഡിറ്റ് ബോർഡറിന്റെ അകത്ത് വന്നാൽ അതിനെ എക്സ്ട്രൂഡ് ചെയ്യാം, ചാംഫർ ചെയ്യാം, ബ്രിഡ്ജ് ചെയ്യാൻ പറഞ്ഞു. പോളിഗന്റെ അകത്ത് ഞാൻ പറയാം. ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ അർത്ഥം. അതായത് ഓപ്പൺ ആയി കിടക്കുന്ന ഫേസ് വീണ്ടും ക്ലോസ് ചെയ്യണമെങ്കിൽ ക്യാപ്പ് വെച്ചാൽ മതി. ഹലോ, ഈ പോളിഗൺ നേരത്തെ ഡിലീറ്റ് ആയി കിടക്കുമ്പോ ഓപ്പൺ ആയിട്ടല്ലേ അല്ലേ? അവിടെ ക്യാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യും. ആ ഒരു ഓപ്ഷന് വേണ്ടി മാത്രമേ ഞാൻ അധികവും ആ ഒരു ബോർഡർ എടുക്കാറുള്ളൂ. അടുത്തത് പോളിഗൺ സബ് ഒബ്ജക്റ്റ് കാറ്റഗറി. അതാണ് നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് പറയാനുള്ളത്. പോളിഗൺ ഇന്ന് ഞാനിപ്പോ ടൂൾസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. മോഡലൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യാം. പോളിഗൺ സബ് ഒബ്ജക്റ്റ് കാറ്റഗറി. അപ്പൊ പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില്
മെയിൻ ആയിട്ട് നമ്മൾ ഒരുവിധം വർക്കൊക്കെ ചെയ്യുമ്പോൾ പോളിഗൺ സബ് ഒബ്ജക്റ്റ് കാറ്റഗറി ആയിരിക്കും നമുക്ക് വേണ്ടത്. പോളിഗൺ എന്ന് പറഞ്ഞാൽ ഏത് പോളിഗണാണ് വേണ്ടത്, ഏത് ഫേസ് ആണ് വേണ്ടത് സെലക്ട് ചെയ്യാം. അതിന് നമുക്ക് വേണ്ട സൈസ് കാര്യങ്ങൾ വെച്ചിട്ട് മൂവ് ചെയ്യണമെങ്കിലൊക്കെ മൂവ് ചെയ്ത് വെക്കാം. ഒരു പില്ലർ പോലെ ഉണ്ട്. ഫസ്റ്റിലത്തെ സെലക്ട് ചെയ്തു. ഇവിടുന്ന് എനിക്ക് ഇതിനെ എക്സ്ട്രൂഡ് ചെയ്യണം. അതാണ് എക്സ്ട്രൂഡ് എന്നാണ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ്ട്രൂഡിന്റെ ഒക്കെ സെറ്റിംഗ്സ് ആണ് എടുക്കുന്നത്. അതിൽ എത്ര സെന്റിമീറ്റർ ഹൈറ്റിൽ, അതൊരു 20 സെന്റിമീറ്റർ ഹൈറ്റിൽ എക്സ്ട്രൂഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. അതൊരു 100 സെന്റിമീറ്റർ ഹൈറ്റിലാണ് എക്സ്ട്രൂഡ് ആവുന്നത്. പിന്നെയും കൊടുത്തു ഒരു ചെറിയ വാല്യൂ, ഒരു 20. പിന്നെ ഇവിടുന്ന് താഴോട്ട് കൊടുത്തു. അതെനിക്ക് വേണ്ടതും നേരത്തെ ഇത് എക്സ്ട്രൂഡ് ആയ അതേ വാല്യൂഡ് ആയിരിക്കണം. 25 ആണ് ഹൈറ്റ് കൊടുത്തത്. 25 ക്ലിയർ. എക്സ്ട്രൂഡ് ചെയ്ത് ഉണ്ടല്ലേ ഒരു ബോക്സ്. ഇതുപോലെ നമുക്ക് ഫേസുകൾ വേണമെങ്കിൽ എക്സ്ട്രൂഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഇവിടുത്തെ ഫേസിനെ സെലക്ട് ചെയ്തു എക്സ്ട്രൂഡ് ചെയ്യണം. എക്സ്ട്രൂഡ് വേണമെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് ഫേസ് എക്സ്ട്രൂഡ്. നമ്മൾ ഈ എക്സ്ട്രൂഡ് എന്ന് പറയുന്ന മറ്റേ ഐക്കണിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതും ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്ന തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നമ്മൾ ഓരോ ഔട്ട്ലൈൻ ആയാലും റോൾ ഔട്ടില് ഈ എക്സ്ട്രൂഡിന്റെ അകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എത്രയാന്ന് മനസ്സിലാവില്ല. ഇവിടെയാണെങ്കിൽ വാല്യൂ കൊടുത്തിട്ട് ചെയ്യാം. ഓക്കെ, എക്സ്ട്രൂഡ് ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ ഔട്ട്ലൈൻ ആണ്. ഔട്ട്ലൈൻ ആണ്. ഈ രണ്ടിനെയും സെലക്ട് ചെയ്തിട്ട് ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ആ ഫേസ് ഇങ്ങനെ ചെറുതായിട്ട് ആക്കാം അല്ലെങ്കിൽ വലുതാക്കി. അതാണ് ഔട്ട്ലൈൻ. ഇങ്ങനെയുള്ള ഫേസിനെ ബി പോലെ വലുതാക്കി എടുക്കാൻ ഔട്ട്ലൈൻ ചെയ്യാം. ബിവല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രൂഡും ഔട്ട്ലൈനും കൂടി ചേർന്നതാണ് ബിവല്. എന്ന് വെച്ചാൽ എക്സ്ട്രാ ഒരു എക്സ്ട്രൂഡ് ചെയ്യുകയും ചെയ്യും. ആ ഫേസിനെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രൂഡ് കുറയ്ക്കാം, സൈസ് കൂട്ടണേ കൂട്ടാം, കുറയ്ക്കണേ കുറയ്ക്കാം, ഒരുമിച്ചിട്ട്. ഓക്കെ, ഞാൻ ഒഴിവാക്കുകയാണ്, ക്ലോസ് ആണ് ചെയ്യുന്നത്. അടുത്തതാണ് ഇൻസെറ്റ്. ഇൻസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ 2 പോളിഗണും കൂടി സെലക്ട് ചെയ്തിട്ട് അതിനെ ഇൻസെറ്റ് എന്ന് ചെയ്തു. ഇവിടുന്ന് വാല്യൂ കൂട്ടുക. ഉള്ളിലേക്കുള്ള ഓഫ്സെറ്റിനാണ് ഇൻസെറ്റ് പറയുന്നത്. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനിഷ്. ഈ ചെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ മേലെ ഒരു ആരോ ഉണ്ട്. ഇതിന്റെ അകത്ത് ഞാൻ ഗ്രൂപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബൈ പോളിഗൺ എന്ന് പറഞ്ഞാൽ 2 പോളിഗൺ ഇവിടെ അല്ലായിരുന്നു. ഇപ്പൊ ഇത് സെപ്പറേറ്റ് ആയില്ലേ? ബൈ പോളിഗൺ എന്ന് പറഞ്ഞപ്പോ അതാ നേരത്തെ ഇത് റൗണ്ട് ചെയ്തിട്ടല്ലേ വന്നത്. അത് കാണിക്കണം. നേരത്തെ സിംഗിൾ ആയിട്ട് 2 കൂടി ഒരുമിച്ച് അതിന് ബോർഡർ വന്ന്, ഇതിപ്പോ ഓരോന്നായിട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഓൾറെഡി ഒരു എഡ്ജ് സെന്ററിൽ ഉണ്ടായിരുന്നില്ലേ ഹൊറിസോണ്ടലി? ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 എണ്ണമായിട്ട് വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അത് ചിലപ്പോൾ മാറ്റി ചെയ്യേണ്ടി വരും. ക്ലിയർ ആയി ഉണ്ടാവില്ല. കാരണം ഒന്നിന്റെ മുകളിൽ തന്നെ ചെയ്യുമ്പോ കുറെ ഓപ്ഷൻസ് അല്ലേ അവിടെ. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇത് 2 പോളിഗൺസ് ആയിട്ടാണല്ലോ. റൈറ്റ് ക്ലിക്ക്, കൺവേർട്ട് എഡിറ്റബിൾ പോളിഗൺ കൊടുത്തു. പോളിഗൺ എടുത്തിട്ട് പോളിഗൺ സബ് ഒബ്ജക്റ്റ് കാറ്റഗറി എടുത്ത് 2 പോളിഗണിനെയും സെലക്ട് ചെയ്തിട്ട് ഇൻസെറ്റ് കൊടുത്തു. നോക്കിയാല് ഇവിടെ വാല്യൂ വേണ്ടത് ഒരു 3 അല്ലെ 5 ആണ്. ഇപ്പൊ ശരിക്കും ഇത് നടുവിൽ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ? ഒരൊറ്റ ഒന്നായിട്ടാ വരുന്നത് രണ്ടും കൂടെ. ഇവിടെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ബൈ പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ സെപ്പറേറ്റ് ആയില്ലേ? അപ്പൊ ഞാൻ കൊടുത്ത് എനിക്ക് ഗ്രൂപ്പ് ആയിട്ട് തന്നെയാണ് ആദ്യം വേണ്ടത്. ആ ഗ്രൂപ്പ് തന്നെ കൊടുത്തു. അപ്പൊ അത് വേണ്ടത് ഒരു 1.5 വീണ്ടും ഒന്നും കൂടി ഇൻസെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഗ്രൂപ്പ് അല്ല, അത് ബൈ പോളിഗൺ ആണ് കൊടുത്തത്. ഇങ്ങനെ വന്നാൽ എന്താ കാര്യം വെച്ചാൽ ആദ്യം ഇവിടെ 3 വന്നു, പിന്നെ പ്ലസ് ഇതിന്റെ 3. ഇവിടെ നോക്കുന്ന സമയത്ത് 2ന്റെ പോളിഗൺ ഇങ്ങോട്ട് 3യും ഇങ്ങോട്ട് 3യും. അപ്പൊ എല്ലാ ഭാഗത്തും ചുറ്റുമുള്ള ബോർഡർ സൈസ് സെയിം ആയി. എന്നിട്ട് ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് എക്സ്ട്രൂഡ്, പുറമേക്കല്ല ഉള്ളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്തു. ഒരു -4. എന്നിട്ട് അതിനെ ഒന്നും കൂടി ഇൻസെറ്റ് ചെയ്തു. ഇൻസെറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ വാല്യൂ, അധികം കാണിക്കാൻ പറ്റാത്ത ചെറിയ 0.2 വാല്യൂ എന്നാണ്.
എന്നിട്ട് അതിനെ മുമ്പിലേക്ക് എക്സ്ട്രൂഡ് ചെയ്തു. അത് +4. അവിടുന്ന് ഒന്നും കൂടി എക്സ്ട്രൂഡ് ചെയ്തു. അതൊരു ചെറിയ വാല്യൂ 0.5. ഒന്നും കൂടി എക്സ്ട്രൂഡ് ചെയ്തു. അതെനിക്ക് വേണ്ടത് ഒരു 2. ഓക്കെ, ഇത് കണ്ടോ? ഇവിടെ ഇപ്പൊ ഇങ്ങനെയല്ലേ? ഇത് ഞാനൊരു ഡോറ് പോലെ ആക്കിയെടുക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഡോറ് പോലെ ആക്കിയെടുക്കുമ്പോൾ ഇതിന്റെ ചുറ്റും ഇങ്ങനെ സെലക്ട് ആവണ്ടേ? ഞാൻ പോളിഗൺ എടുത്തിട്ട് ഈ പോളിഗണും സെലക്ട് ചെയ്തു. സെലക്ഷനിൽ വന്നിട്ട് ജസ്റ്റ് ഗ്രോ കൊടുത്തപ്പോൾ മൊത്തം അതിന്റെ ചുറ്റുമുള്ള കൂടി സെലക്ട് ചെയ്ത് അതിൽ ഞാൻ ആൾട്ട് എടുത്തിട്ട് ഈ 2 എണ്ണത്തിന് ഒഴിവാക്കി. ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ വരുന്ന ഒരു ഐഡിയ ആണ്, സെലക്ഷൻസ് കാര്യങ്ങളൊക്കെ. പിന്നെ അതിനെ എക്സ്ട്രൂഡ് ചെയ്യാണ്. എക്സ്ട്രൂഡ് എന്ന് കൊടുത്തപ്പോ ഒറ്റയടിക്ക് അത് എക്സ്ട്രൂഡ് ചെയ്ത സമയത്ത് ഫേസ് നമുക്ക് കാണുന്നില്ല. നമുക്ക് വേണ്ട ഇതിന് ചുറ്റും പുറത്തേക്കുള്ള എക്സ്ട്രൂഷൻ ആണ്, പക്ഷെ അത് ഉള്ളോട്ട് എങ്ങോട്ടോ ആണ് പോകുന്നത് അല്ലെ? അതുപോലെ എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വേണ്ടത്. അപ്പൊ എക്സ്ട്രൂഷൻ തന്നെയാണ് വേണ്ടത്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ബൈ പോളിഗൺ ആണ് വേണ്ടത്. അയ്യോ, 4 ഭാഗത്തേക്ക് ആവുന്നുണ്ട്. പക്ഷെ ഇത് പിന്നെയും മൈനസ് ആയെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ ഒന്നും കൂടി എവിടെയോ ഒന്നും കൂടെ സെലക്ട് ആയിട്ടുണ്ട്. F3 ഓൺ ആക്കിയാൽ മതി. വയർ ഫ്രീ മോഡ് കാണാം. റെഡി ആണല്ലോ. നോക്കട്ടെ. എക്സ്ട്രൂഡ് എക്സ്ട്രൂഡ് ചെയ്തതിന്റെ പ്രശ്നമാണ്, മൈനസ് വാല്യൂ ആണ്. നമുക്ക് പ്ലസ് മുമ്പിലേക്കല്ലേ വേണ്ടേ? മുമ്പിലേക്കാണ് വേണ്ടത് എന്ന് കൊടുക്കുമ്പോ ഓക്കെ. ഇപ്പൊ ഞാൻ ഇവിടെ ബൈ പോളിഗൺ ഇട്ടുകൊണ്ട് കണ്ടോ, ഈ പോളിഗൺ ഇങ്ങോട്ടേക്ക് എക്സ്ട്രൂഡ് ആയി, ഈ പോളിഗൺ ഇങ്ങോട്ട് എക്സ്ട്രൂഡ് ആയി, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. അപ്പൊ അതിന്റെ ആരോസിനകത്ത് വീണ്ടും പോയി. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് എങ്ങോട്ടോ ആണ് പോവാ, നമ്മൾ വിചാരിച്ചോളൊന്നും വരുന്നില്ല. നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗവും ക്ലോസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് വരും. അതേസമയം ബൈ പോളിഗൺ എന്ന് പറഞ്ഞാൽ ആ പോളിഗൺ മാത്രം 4 സൈഡിലേക്ക് എക്സ്ട്രൂഡ് ആവും. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ എനിക്ക് വേണ്ടത് ബൈ നോർമൽ ആണ്. നോർമൽ കൊടുത്തു. ക്ലിയർ? ഓക്കെ, കണ്ടില്ലേ? ഇനി ഇതിന്റെ എഡ്ജുകൾ എടുത്തിട്ട് ജസ്റ്റ് ലൂപ്പ് കൊടുത്തു. എഡ്ജുകൾ എടുത്ത് ലൂപ്പ് കൊടുത്തു. ലൂപ്പ് കൊടുത്തതിന് ശേഷം അതിനെ വന്നിട്ട് ഒന്ന് എഡിറ്റ് എഡ്ജിൽ ചാംഫർ ചെയ്തു. ഓക്കെ, ജസ്റ്റ് ഒരു ഡോറ് പോലെ റൂമിന്. അപ്പൊ പോളിഗൺസിന്റെ അകത്തുള്ള എക്സ്ട്രൂഡ് ഇൻസെറ്റ് വരെ ക്ലിയർ അല്ലേ? ഇൻസെറ്റ് വീണ്ടും കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഉള്ളിലേക്ക് ഓഫ്സെറ്റ് ചെയ്യുക. അവിടുന്ന് എക്സ്ട്രൂഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മൈനസ് വാല്യൂയിൽ എക്സ്ട്രൂഡ് ചെയ്താൽ അതിനെ വീണ്ടും ഉള്ളിലേക്ക് ഇതങ്ങനെ കട്ടിങ് ചെയ്തെടുക്കുക. ബിവല് ചെയ്താൽ ഒരു വി ഷേപ്പ്, പുറത്തേക്ക് എക്സ്ട്രൂഷൻ കുറച്ചു മതി, ഒരു 1 മതി. എന്നിട്ട് ഇതാ ഇവിടെ അങ്ങനെ കുറയ്ക്കണം, കൂട്ടണം. ഇനി അതിനകത്തുള്ള ഓപ്ഷനാണ് ബ്രിഡ്ജ്. ഞാനിപ്പോ തൽക്കാലം ഇതിൽ തന്നെ ബ്രിഡ്ജ് ചെയ്യാൻ പോവാണ്. ഈ ഒരു എലമെന്റിനെ നേരെ അപ്പുറത്തേക്കൊന്ന് മിറർ ആയിട്ട് കോപ്പി ചെയ്യാം. മിറർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. എലമെന്റ്
To flip. ഓക്കെ, ഇത് രണ്ടും ഒരു സിംഗിൾ ഒബ്ജക്റ്റ് ആണ് അല്ലേ? അപ്പൊ അതില് പോളിഗൺ സബ് ഒബ്ജക്റ്റ് ഇവിടുത്തെ പോളിഗൺ നെയിം സെലക്ട് ചെയ്തു, ഈ ഓപ്പോസിറ്റ് ഉള്ള പോളിഗൺ നെയിം സെലക്ട് ചെയ്തു. ഇത് തമ്മിൽ ബ്രിഡ്ജ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ക്ലോസ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു പാലം പോലെ നിൽക്കാന്നല്ലേ? ആ രണ്ടിനെയും സെലക്ട് ചെയ്തിട്ട് ഇത് താഴെയുള്ള ഓപ്ഷനിൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ബട്ടന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യും. ഓക്കെ ആണോ? ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അത് പോളിഗൺസിന് മാത്രമാണോ ചെയ്യാൻ പറ്റുക? അത് ഒബ്ജക്ട്സിനും ചെയ്യാം? അല്ല, വെർട്ടെക്സിനൊക്കെ ഉണ്ട്. വെർട്ടെക്സിന് ഒബ്ജക്റ്റിന് പറ്റില്ല. വെർട്ടെക്സിനുള്ള എഡ്ജിനും ബോർഡറിനും പോളിഗണും 3 ഓപ്ഷൻ എടുക്കാൻ പറ്റുന്ന ഓപ്ഷനാണ് ബ്രിഡ്ജ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 2 ഫേസ് സെലക്ട് ചെയ്താൽ 2 ഫേസും കൂടി തമ്മിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് അതുപോലെ ബ്രിഡ്ജ്. ഇനി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുന്ന ഈ ഫേസ് ഒന്നതും ഈ ഒരു ഫേസ് ഇവിടെയാണ് വിചാരിക്കാം, എന്നിട്ടാണ് ബ്രിഡ്ജ് കൊടുക്കുന്നത് വെച്ചാൽ ഇത് അങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് അത് ബ്രിഡ്ജ് ആവും. അതിനനുസരിച്ച് ടാർഗറ്റ് ഒബ്ജക്റ്റിലേക്ക് ഇവിടെ വരെ മതി. നമ്മൾ എക്സ്റ്റെൻഡ് ഉപയോഗിക്കുന്നതിന് അത് നമ്മൾ കാഡിൽ എക്സ്റ്റെൻഡ് ഉപയോഗിക്കുന്ന പോലെ നമ്മൾ ട്രിം ചെയ്യുന്ന ടൂൾസ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് നമ്മൾ കുറച്ചൊരു പ്രൊജക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാ ട്രിം ചെയ്യണ്ടേ? ഇതിനെ ഹൈറ്റ് കൂടിപ്പോയി ഇത് താഴ്ത്താൻ വേണ്ടിട്ടാണോ? കുറച്ച് പെട്ടെന്ന് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് മൂവ് ചെയ്യാം. അങ്ങനെ മതിയല്ലേ? ഓക്കെ, അതൊക്കെ എടുത്തിട്ട് മൂവ് ചെയ്ത് വെക്കുക ചെയ്യാം. പിന്നെ എഡ്ജ് സെലക്ട് ചെയ്തു, വീണ്ടും ഞാൻ കണക്ട് കൊടുത്തു. കണക്ട് കൊടുത്താൽ എത്ര പാർട്സ് വേണമെങ്കിലും ആക്കാം. ഇതിലിപ്പോ നമ്പർ ഓഫ് പാർട്സ് ഉണ്ടാക്കി വെച്ചു. നേരത്തെ പോളിഗൺ സെലക്ട് ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു. തൽക്കാലം ഞാൻ സെലക്ട് ചെയ്തു. ഇഗ്നോർ ബാക്ക് ഫേസ് ഇല്ല, കണ്ടില്ലേ? ഇതിനെ മൊത്തം ഞാനൊന്ന് ഇൻസെർട്ട് ചെയ്തു. ഇൻസെർട്ട് ബൈ പോളിഗൺ വെച്ചിട്ട്. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ ശരിക്കും 2 ഓപ്പോസിറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള 2 ഫേസുകൾ ഓപ്പോസിറ്റുകൾ തമ്മിലല്ലേ ഇപ്പൊ സെലക്ഷനിൽ നിൽക്കുന്നത്. ഇതിനെ പിടിച്ചിട്ട് ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അത് കട്ട് ആയിട്ടാണ്. അതിന് മാത്രം ടാർഗറ്റ് ഒബ്ജക്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗവും സെലക്ട് ചെയ്ത് അതിന്റെ ഓപ്പോസിറ്റും സെലക്ട് ചെയ്തു. അപ്പൊ അവിടെ കട്ടായി പോയി. ഇതിനെയും ഞാൻ സെലക്ട് ചെയ്തു, ഇതിനെയും സെലക്ട് ചെയ്തു. ഒന്ന് ഇൻസെർട്ട് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ജസ്റ്റ് അവിടെ അല്ലെങ്കിൽ ഒന്നും ഇല്ലാണ്ടായി പോകുന്നതാ. 2 ഓപ്പോസിറ്റിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് അവിടെ ബ്രിഡ്ജ് തന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഓപ്പൺ ആയി. ക്ലോസ്ഡ് ആയിട്ടുള്ള സാധനമാണെങ്കിൽ ബ്രിഡ്ജ് ചെയ്യുന്ന വെച്ചാൽ ഓപ്പൺ ആയി പോകും. പിന്നെ എനിക്കിത് ക്ലോസ് ചെയ്യണം എന്ന് വെച്ചാൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ സെലക്ട് ചെയ്യുക, ഓപ്പോസിറ്റ് സെലക്ട് ചെയ്യുക, ബ്രിഡ്ജ് വീണ്ടും ചെയ്താൽ അത് ക്ലോസ് ആയി. ഓക്കെ, ഇത്രയും എഡിറ്റ് പോളിഗൺസ്. പിന്നെ അതിൽ വരുന്ന ഒരു ഫ്ലിപ്പാണ്. ഫ്ലിപ്പ് എന്ന് പറഞ്ഞാൽ അഥവാ ഫേസ് ഇട്ടോ തല തിരിഞ്ഞു പോയാൽ ഇതിപ്പോ നോക്കും സെലക്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും അല്ലെ? ഇത് നല്ല ക്ലിയർ ആയിട്ട് കാണുന്ന ഫ്ലിപ്പല്ല, കാരണം ഇത് ഫേസ് തല തിരിഞ്ഞു പോയതാണ്. അത് ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യാം, മിററാക്കി തല തിരിച്ചു. അതധികം മെറ്റീരിയൽ കൊടുക്കുമ്പോൾ അറിയാതെ ആയി പോകുന്നതാണ്, ഓട്ടോമാറ്റിക്കലി ആയി പോകുന്നതാണ്. അപ്പൊ അങ്ങനെ സംഭവിച്ചാൽ തിരിച്ചു കൊണ്ടുവരാനുള്ള ഓപ്ഷനാണ് ഫ്ലിപ്പ്. ഇത്രയേ ഉള്ളൂ. എഡിറ്റബിൾ പോള്. ഈ ജസ്റ്റ് ടൂൾസ് മൊത്തം ഒന്ന് എടുത്തു നോക്കാം. മോഡൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഞാനൊരു സ്റ്റേഴ്സിന്റെ അറേ ചെയ്തപ്പോഴേ അതില് നമ്മൾ കൗണ്ട് കുറക്കുമ്പോ നമ്മള് അറേ ടൂളിൽ നമ്മൾ കൗണ്ട് കുറക്കില്ലേ? ഷെയറിങ്
അവിടെ സ്റ്റോപ്പ് ചെയ്താലേ എനിക്ക് പറ്റത്തുള്ളൂ.